അതെ, വണ്ടി റണ്ണിങ്ങിൽ വന്ന് റൺ ചെയ്ത് വരുമ്പോ റോഡ് സൈഡില് ഒരു കുട്ടീനെ കാണുക. വണ്ടി ഇങ്ങനെ നമുക്കൊരു പേസ് കിട്ടാൻ വേണ്ടി ഒന്ന് നോക്കിയാൽ ഒരു കുട്ടി ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. കണ്ടക്ടർ എന്നോട് ചോദിച്ചു എന്താ ഒരു കുട്ടി അതാ റോട്ടില്. നമസ്കാരം. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് വാഹനങ്ങൾ അശ്രദ്ധമായി ഓടിച്ച് അപകടമുണ്ടായ വാർത്തകളാണ്. എന്നാൽ ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ച വാർത്തയാണ് മറുനാടൻ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഇന്നലെ രാവിലെ ഏകദേശം 8:30 മണിയോടുകൂടി പുളിക്കൽ ഫറൂഖ് റൂട്ടിൽ ഓടുന്ന സഫാ മറുവ ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള രാമേട്ടനും അതുപോലെ തന്നെ കണ്ടക്ടറായിട്ടുള്ള നവാസും ചേർന്നാണ് റോഡരികിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. നമുക്ക് ആദ്യം തന്നെ അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇപ്പോൾ നമ്മളോടൊപ്പം ബസ്സിലെ സഫാ മറുവ ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള രാമേട്ടനും അതുപോലെ തന്നെ കണ്ടക്ടറായിട്ടുള്ള നവാസ്കി ഉണ്ട്. ഇക്കയാണല്ലേ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ഓടിച്ചെന്ന് കുട്ടിയെ എടുക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതെ, വണ്ടി റണ്ണിങ്ങിൽ വന്ന് റൺ ചെയ്ത് വരുമ്പോ റോഡ് സൈഡില് ഒരു കുട്ടീനെ കാണുക. ഡ്രൈവർ വണ്ടി സൈഡാക്കി നിർത്തി. അപ്പൊ ഞാൻ ഇറങ്ങി ചെന്നാണ്ട് എടുത്താണ് സംഭവം. എന്നിട്ട് അതിന് ശേഷം എന്താ സംഭവിച്ചത് അതുകൊണ്ട് നമുക്കറിയാം. ശേഷം അവിടെ ആ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ കയ്യിൽ ആ കുട്ടിയെ ഏൽപ്പിച്ച് ഞങ്ങൾ പോകുകയും ചെയ്തു. നല്ല തിരക്ക് പിടിച്ച റോഡാണ്. അതെ അതെ. കുട്ടിയുടെ പേരൻസ് ഇത് കുട്ടി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇപ്പം നമ്മളെ ഡ്രൈവർ രാമേട്ടനിലേക്ക് വരികയാണ്. ചേട്ടാ, ഇപ്പം സാധാരണഗതിയിൽ നല്ല മഴയുള്ള സമയമായിരുന്നു തോന്നുന്നു. ചാർന്നൊരു മഴ ഉണ്ടായിരുന്നു. പിന്നെ വേഗത കുറവാണ്. വേഗത ഉണ്ടാകലില്ല ആ ട്രിപ്പ്. സ്കൂൾ കുട്ടികളും ഇതൊക്കെ ആയിട്ട് പോരുന്ന ഒരു ട്രിപ്പാണ്. അത് ഇവിടെ പുള്ളിക്ക് മെയിൻ റോഡിലേക്ക് ഇങ്ങോട്ട് ഓടി എത്തണം. കുറച്ച് വേഗതയിൽ തന്നെയാണ് പോരല്. പക്ഷെ ഇന്നലെ എന്തോ അറിയില്ല, കുറച്ചൊന്ന് 2 മിനിറ്റ് മുന്നിൽ എടുത്തു പോകുന്നത്. പതുക്കെ ഇങ്ങനെ പോകുന്നത്. അവിടെ സ്റ്റോപ്പിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റിയാണ് ഞാൻ വണ്ടി ഇട്ട് പഠിപ്പിച്ചൊരു വളവാണ്. ആ വളവിൽ നിന്ന് ഒരു മാസം മുമ്പ് അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒരു ചെക്കൻ ബൈക്ക് മരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഇതുണ്ട്. ആ വളവ് അങ്ങനത്തെ ഒരു വളവാണ്. അപ്പൊ ഞാൻ വണ്ടി ഇങ്ങനെ നമുക്കൊരു പേസ് കിട്ടാൻ വേണ്ടി ഒന്ന് നോക്കിയാൽ ഒരു കുട്ടി ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നു. ദൃശ്യം ഒരു കുട്ടിയാണല്ലോ അത്. അപ്പൊ ഞാൻ വണ്ടിന്റെ ഓണടിച്ചപ്പോ കുട്ടി മുട്ടുകുത്തിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പൊ എനിക്കൊരു ഡേഞ്ചറായി. അതിന് ഞാൻ റോഡ് ബ്ലോക്ക് ഇട്ട്. ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളെ മറികടന്നൊരു വണ്ടി പോയിട്ട് ആ കുട്ടിന്റെ ഇതിലേക്ക് കയറണ്ടല്ലോ എന്നുള്ള ഇത് കിട്ടിയപ്പോ ഞാൻ കണ്ടക്ടർ ഇറങ്ങി വന്നപ്പോ കണ്ടക്ടർ കാണിച്ചു കൊടുത്തു. അപ്പൊ കണ്ടക്ടർ എന്നോട് ചോദിച്ചു എന്താ ഒരു കുട്ടി അതാ റോട്ടില്, അതുകൊണ്ട് ആ കുട്ടിനെ പോയി എടുത്തെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പോയി കുട്ടിനെ വാരി എടുത്ത് അത്ര. അപ്പൊ ആ ഗേറ്റ് തുറന്നിട്ട് ഗേറ്റ് തുറന്ന് കിടക്കണം ഓപ്പണായിട്ട്. ആ ഗേറ്റിൽ നിന്ന് ഒരാള് വന്നുകൊണ്ട് കുട്ടിനെ പോയി വീട്ടിൽ നിന്ന് കുട്ടി പുറത്തേക്ക് ഇറങ്ങി. ഓരോ ശ്രദ്ധപ്പെടാവുന്നതായിരിക്കാം. നമ്മൾ ആ ദൃശ്യം നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് മുമ്പിലിരിക്കുന്ന സ്ത്രീകൾ കുട്ടിയാണല്ലോ അമ്മേന്നൊക്കെ പറയുന്നു. അതെ, ഇതിലൊരു ബൈക്ക് ഇതിൽ വരുന്നുണ്ട്. താഴ്ത്തുന്നൊരു ബൈക്ക് കൂടെ കയറി വരുന്നു. കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. ഇപ്പൊ എന്താ തോന്നുന്നു വെച്ചാൽ ഞാനൊരു ഷോക്കായി പോയി. അതേ പ്രായത്തില് എനിക്കൊരു പേരക്കുട്ടിയുണ്ട്, മാളാ കുട്ടിയുണ്ട്. ഞാൻ ആ കുട്ടീനെ ഞാൻ ആലോചിച്ചത്. അതോടുകൂടി ഞാൻ വണ്ടി കൊണ്ട് വിലം കിട്ടി നിർത്തി. ആളുകളൊക്കെ എല്ലാരും ഇങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കും. കണ്ടക്ടർ പോയി വാരി എടുത്തു കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. നമ്മള് വിവരം പറയുന്നുണ്ട്. പിന്നെ വൈകുന്നേരമായപ്പോഴാണ് ഇത് ഭയങ്കര ഒരു സംഭവമായി. നമ്മളെ ബസ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് നമ്മൾ ഇട്ടതാണ്. ഇത്ര വലിയ സംഭവം. അപ്പൊ ഇത്ര വലിയൊരു സംഭവം അതാണ് ഏറ്റവും വലിയൊരു ഇത്. പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെ ആയാലും ആ കുട്ടീന്റെ ഒരു ഇത് കിട്ടി, തിരിച്ചു കിട്ടി. നമ്മളെ ശ്രദ്ധയപ്പെട്ടുകൊണ്ട് ഇത് കിട്ടി.
പുളിക്കൽ വലിയ പറമ്പ് ഫറൂഖ് റൂട്ടിലോടുന്ന സഫ മർവ എന്ന് പറയുന്ന ബസ്സിലെ കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ചേർന്നാണ് ഇത്തരത്തിലൊരു കുഞ്ഞ് കുട്ടിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. ആ വീട് ഒരു റോഡരിൽ തന്നെയുള്ള ഒരു വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നതിനിടെ കുഞ്ഞ് ഇഴഞ്ഞ് റോഡിലേക്ക് എത്തുകയായിരുന്നു. എന്തൊക്കെയാലും വളരെ തിരക്കുണ്ടാവുന്ന ഒരു റോഡാണ്. ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് അധികം വാഹനങ്ങളൊന്നും വന്നിരുന്നില്ല. വന്നത് ഇവരുടെ വാഹനമായിരുന്നു. ഇവരത് കാണുകയും അവസരോചിതമായി ഇടപെടുകയും ചെയ്തുകൊണ്ട് ആ കുഞ്ഞു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മാതാപിതാക്കളെ ഒരു കാര്യം കൂടി പറയുകയാണ്, മഴയാണ്, പലപ്പോഴും നിങ്ങൾക്ക് പല തിരക്കുകളും ഉണ്ടാവും. എന്നാൽ ഇതുപോലെയുള്ള കുഞ്ഞു കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മളാരും കുറ്റപ്പെടുത്തുകയല്ല, എന്നാലും നമ്മുടെ കുഞ്ഞു മക്കളുടെ സുരക്ഷ നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊക്കെയായാലും ഇവർക്ക് രാമേട്ടനും നവാസിനും അതിനുശേഷം വലിയ അഭിനന്ദന പ്രവാഹമാണ് ഉണ്ടാവുന്നത്. എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തുതന്നെയായാലും വലിയ സന്തോഷത്തിലാണ് ഇരുവരും. കോഴിക്കോട് നിന്ന് നിഖിൽ കാടത്ത്, മറുനാടൻ മലയാളി.